ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളത് വെള്ളം ഇത് ഇട്ടുകാണ്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ച് നല്ല വെട്ടി തിളപ്പിക്കുകയാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതൊക്കെ എന്റെ കിച്ചൺ കണ്ടിട്ട് അല്ലേ ഏകദേശം ഒരു എത്രയോ വൺ വീക്കൊക്കെ അയക്കൂലേ കിച്ചണിൽ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്കറിയില്ല, ഞാൻ കറക്റ്റ് നോക്കണം എനിക്ക് വീഡിയോയില്. അപ്പൊ ഇന്നിപ്പൊ ഞാനാണ് നമ്മളെ കിച്ചണിലാണ്. നമ്മളെ കിച്ചണിൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഞാൻ ഇവിടെ നമ്മളെ വീട്ടിലെത്തിക്കണെന്ന് അറിയാം. അപ്പൊ ഇതാക്കി ഞാന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇത് ഞാൻ ദോശയല്ല പാലപ്പം ചുട്ടതായിരുന്നു. അപ്പൊ അതിൽ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ വലിയ ഉള്ളി വാടാനോ അങ്ങനെയൊന്നും നിൽക്കില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ ടൊമാറ്റോ തക്കാളി ഇടാണ്. എന്തൊരു വെറൈറ്റി വേണം, നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കണമെങ്കിലും ഒരു വെറൈറ്റി വേണം. നമ്മളെ എന്താ ഉണ്ടാക്കുന്നത്, അതിന് ഉള്ളി ഇഞ്ചി മസാലകൾ അതിൻ്റെ പേസ്റ്റുകൾ കേട്ടോ. അത് ഞാൻ നമ്മളെ ഇതിലിട്ടുകാണ്ട് ഇടിച്ചുണ്ടാക്കി നമ്മളെ മിക്സിൻ്റെ ജാറിൽ ഇങ്ങനെ പെട്ടെന്ന് അരച്ചെടുത്തതാ കേട്ടോ. കുരുമുളക് പെപ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇനി നമ്മളെ സ്റ്റൗ നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒരുമിച്ചായതുകൊണ്ട് എല്ലാത്തിൻ്റെ മണവും എല്ലാം രുചി ഇറങ്ങി വരട്ടെ കേട്ടോ. മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഫുഡായി. മുളകും പൊടി ആവശ്യത്തിനനുസരിച്ച് അതെന്തായാലും മുളകും പൊടി ഇപ്പൊ പൊടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ കീസിൽ നിന്ന് ഒക്കെ റെഡിയാക്കി വെച്ചപ്പോൾ കുറച്ചുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ ഇനി ഇത് ആവശ്യം ഇങ്ങനെ ഇളക്കുക, നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കറി ലീഫ് ഉണ്ടെങ്കിൽ കറി ലീഫൊക്കെ ഇട്ട് കുറച്ച് ദിവസമായില്ല. മുളകും പൊടി ആവശ്യത്തിനനുസരിച്ച് അതെന്തായാലും മുളകും പൊടി ഇപ്പൊ പൊടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ കീസിൽ നിന്ന് ഒക്കെ റെഡിയാക്കി വെച്ചപ്പോൾ കുറച്ചുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ ഇനി ഇത് ആവശ്യം ഇങ്ങനെ ഇളക്കുക, നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കറി ലീഫ് ഉണ്ടെങ്കിൽ കറി ലീഫൊക്കെ ഇട്ട് കുറച്ച് ദിവസമായില്ല. ഇതാക്കി നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതൊന്ന് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗരം മസാല അത് ഞാൻ പൊടിച്ചെടുത്ത ഗരം മസാല കേട്ടോ. ഇനി നമ്മള് ചിക്കൻ അതിലുണ്ട്. ഇനി ഇത് നല്ലോണം ഇങ്ങനെ മസാല ഇതിൽ ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് കറി ഇതിൻ്റെ ഗ്രേവി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ തന്നെ വേവിച്ചിട്ട് ഇതൊരു ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. നമുക്ക് കുറച്ച് കറി വേണം, ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വെള്ളം ഒന്ന് ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇച്ചിരി വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പൊറോട്ട അല്ലെങ്കിൽ വെള്ളപ്പത്തേക്കൊക്കെ എടുക്കാമല്ലോ. ലിഡ് ക്ലോസ് ചെയ്യാം കണ്ടോ, ലിഡ് നല്ലോണം ക്ലോസ് ചെയ്ത് വെക്കുക. ബീൻസ് ഇതിനെന്താ പറയാ, ബീൻസ് അല്ലേ, ബീൻസ് കേട്ടോ. ആ ബീൻസ് അത് ഞാൻ ചെറുതാക്കി ഇതേമാതിരി ഈ ഒരു സൈസിൽ അരിഞ്ഞാണ്ട് തേങ്ങ ഇട്ടുകാണ്ടുള്ള ഒരു ഉപ്പേരി കേട്ടോ. ചിക്കൻ കറി ആയി. അപ്പൊ അതാക്കണേ അതിക്ക് ഞാൻ വറവ് ഇടുന്നത് നമ്മളെ കൊച്ചുള്ളി വറവിടും. അപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് എനിക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ ഞാനിങ്ങനെ മടിച്ചു ഇതാക്കി ഇങ്ങനെ നിന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഉമ്മയുണ്ട്, ഉമ്മയും പറഞ്ഞാൽ പോയി വാവോ, എന്താണ് സംഭവം എന്നറിയാലോ, എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്നൊക്കെ അറിയാലോ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് എന്നോട് പോകാൻ പറഞ്ഞിട്ട്. ഇത് ചുങ്കത്ര വെച്ചാട്ടോ ഇതിൻ്റെ ഇത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്, എങ്ങനെയാണ് എന്താണ് പ്രൊഡക്റ്റ് എങ്ങനെയാണ്. ഇതിൻ്റെ പേരെന്താ പറയുക, മൈ ലൈഫ് അല്ലേ, ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്, മൈ ലൈഫ്. മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ കുറേ ഇതിലുള്ള സക്സസ് ആയതും പിന്നെ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ നോക്കിയിട്ട്, പ്രൊഡക്റ്റ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ പരിചയപ്പെടുത്തി വരും കേട്ടോ. എന്നിട്ട് ഞാനറിയുന്ന എന്തെന്നറിയോ, നമുക്കത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പേസ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് എന്താ ആ ഒരു ഇതിൻ്റെ പേരാണ് മൈ ലൈഫ്. അപ്പോൾ അവിടെ കുറേ അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ഇതാകുമ്പോൾ നമ്മളെ ക്യാൻവാസ് ചെയ്യുമല്ലോ, അതുപോലെ നമ്മളെ കുറേ സംസാരങ്ങൾ ഇതാക്കിയിട്ട് നമുക്ക് ഓരോരോ വിജയിച്ചതും പിന്നെ കുറേ ആൾക്കാർ ന്യൂ ആയിട്ട് വന്നതും ഇന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ അവിടെ എത്തുമ്പോൾ ന്യൂ ആയിട്ടുള്ള ആൾക്കാരെ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, എങ്ങനെയാണ് നമുക്കതിൽ ചേരാൻ പറ്റുമോ, എങ്ങനെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് എന്താ പറയുക ചേരാനൊക്കെ ഭയങ്കര ഒരു പേടിയാണ്. അതായത് ഓൺലൈൻ ബിസിനസ് ആകുമ്പോൾ നമ്മൾ കുറേ പറ്റിക്കപ്പെടുന്ന കുറേ ഇപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നു ഒരു ജസ്റ്റ് വെയ്ഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഷാജിയൊക്കെ. അതൊന്നും പിന്നെ നമുക്കതൊരു പറ്റിക്കപ്പെട്ട രീതിയിലായിട്ടാണ് മാറിയത്. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്, ഇതിലെന്താണ് ചേർന്നാൽ എങ്ങനെയാവും, എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളതിന്. അപ്പോൾ ഇവർ പ്രൊഡക്റ്റ് വാങ്ങി ഞാൻ ഉപയോഗിച്ചപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർ നമ്മളൊരു ഇത് ചെയ്യുകയാണെങ്കിലും അതിനുള്ള പ്രൊഡക്റ്റ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. Suraju Wali Mantan. Suraju Wali Mantan. Kang ada di kanan dulu bang, dari berapa mau kata mau
ഇതേപോലെ ഇതുപോലെ അടിച്ചോളൂ. അഞ്ച് അഞ്ചപ്പുറം നമ്മള് ആക്കിയെടുക്കാൻ പോലെ